ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നല്ല കട്ടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് പരീക്ഷ ഫിസിക്സ് ആണ്. അപ്പോൾ ആ ഫിസിക്സ് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുക. ഫിസിക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത് വരുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ പരീക്ഷയുടെ പ്ലാനും കൂടെ ഞാൻ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം നമുക്ക് ആദ്യം സംസാരിക്കാം, അതിനുശേഷം നമുക്ക് അവസാനം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പരീക്ഷയാണ്. അപ്പോൾ അതിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് പരീക്ഷയായിരിക്കും മൊത്തത്തിലുള്ള നിങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ടോൺ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് പരീക്ഷ വളരെയധികം കൊളായി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പരീക്ഷകളും കൊളാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഫസ്റ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലോണം ചെയ്യാൻ പറ്റിയാൽ, ഒരു എബവ് ആവറേജെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ വലിയ കോൺഫിഡൻസ് ആയിരിക്കും, നല്ലൊരു മൊമെൻറ്റത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പരീക്ഷയ്ക്ക് പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല, ഫസ്റ്റ് പരീക്ഷയ്ക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ പഠിക്കാൻ കിട്ടുക. അല്ല, ആലോചിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമല്ലോ അങ്ങോട്ട്. ബാക്കിയുള്ള പരീക്ഷകളെല്ലാം അങ്ങനെ പറ്റില്ല. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സിന് മാക്സിമം ആ ദിവസങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, അത് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസിയിൽ ഈ ഫിസിക്സിന് വേണ്ടി പഠിക്കണം, എങ്ങനെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. നമുക്ക് 4 ലൈവുകളായിരിക്കും ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാവുക. ആ ലൈവുകളിൽ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫ്രൈഡേ ആയിരിക്കും. ലാസ്റ്റ് ലൈവ് എക്സാമിൻ്റെ രാവിലെയുള്ള മോർണിംഗ് ബൂസ്റ്റർ ആയിരിക്കും. അപ്പം 4 ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് ഫിസിക്സിന് കിട്ടാൻ പോകുന്നത്. ഫ്രൈഡേ നടക്കാൻ പോകുന്ന ലൈവിൽ നമ്മൾ എല്ലാ ചാപ്റ്ററും എടുക്കും ടേം 2ൻ്റെ. അപ്പോൾ ടേം 2 പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റർ, മാഗ്നറ്റിസം മാറ്റർ മുതലുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് തീർക്കുന്നതായിരിക്കും. വൈകുന്നേരം 7 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 1:15 തീരുള്ളൂ. ഇങ്ങനെ പഠിച്ചാലേ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റുള്ളൂ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേ ഒക്കെ നിങ്ങൾക്ക് ലീവുള്ള ദിവസമാണല്ലേ. ഫ്രൈഡേ ലീവ് അല്ലെങ്കിലും തൊട്ടടുത്ത ദിവസമുള്ള സാറ്റർഡേ ലീവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കുറച്ച് രാത്രി ഉറക്കമുളച്ച് ഇരുന്നാലും ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കുമ്പോൾ, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല അത് യൂസ്ഫുൾ ആവുക, പബ്ലിക് എക്സാമിന് അത് യൂസ്ഫുൾ ആവും. പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി തട്ടിക്കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്മസ് എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ കോൺസെപ്റ്റ് ഒന്നും പ്രോപ്പറായി പഠിക്കാത്തതുകൊണ്ട് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കില്ല. വീണ്ടും നിങ്ങൾ ആദ്യം മുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. പക്ഷേ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, പിന്നെ പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു നോളേജ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, കുറച്ച് ലേറ്റ് ആയിട്ട് ഇരുന്നാലും ഒരു കുഴപ്പമില്ല. സാറ്റർഡേ നിങ്ങൾക്ക് രാവിലെയൊക്കെ ആയിട്ടിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. പക്ഷെ അന്ന് രാത്രി തന്നെ പരിപാടിയൊക്കെ തീർക്കുകയാണെന്നല്ലേ. അപ്പോൾ ടേം 2ൻ്റെ ചാപ്റ്റർ നമ്മൾ തീർക്കുന്നു ഡേ 1. ഡേ 2 അഥവാ സാറ്റർഡേ വീണ്ടും വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേം 1ൻ്റെ ചാപ്റ്റർ പഠിക്കുന്നു. ടേം 1 ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും ഈ വർഷം വരാൻ പോകുന്നത്. കാരണം ഈ വർഷം ഒഫീഷ്യലി ഓണപ്പരീക്ഷ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടേം 1ലെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടേം 1 അത് കുറച്ച് സമയം കുറവായിരിക്കും. കാരണം 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, മൂവിങ് ചാർജ് വരെ 4 ചാപ്റ്റർ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി സമയം കുറവായിരിക്കും. അപ്പോൾ രണ്ടാം ദിവസം നിങ്ങൾക്ക് കുറച്ചുകൂടി ചില്ലടിക്കുക. പിന്നെ സൺഡേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ, ഈ ലൈവിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലേക്ക് ഇരുന്നത് കാണാവുന്നതാണ് കേട്ടോ. സൺഡേ ഉള്ള ലൈവിൽ നമ്മൾ 99 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. 99 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലൈവ് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ആർക്കായിരിക്കും, ഈ 2 ലൈവിലും നിങ്ങൾ ചാപ്റ്റർ പഠിച്ചവർക്കായിരിക്കും ഈ ലൈവ് യൂസ്ഫുൾ ആകാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ലൈവ് മാത്രമായിട്ട് വന്ന് സാർ കണ്ടു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് കിട്ടില്ല. കാരണം ഇവിടെ ചോദ്യങ്ങൾ മാത്രമാണ്, പ്രോബ്ലംസും അല്ലാത്ത ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. മാക്സിമം ഡെറിവേഷൻസും കോൺസെപ്റ്റ് ഒക്കെ പറയാൻ പോകുന്നത് ഇവിടെയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷയൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പ്രോബ്ലംസ് മാത്രമല്ല എക്സാമിന് ചോദിക്കാറുള്ളത്. പല സ്ഥലങ്ങളിലും കോൺസെപ്റ്റിനും ഡെറിവേഷൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ വരെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൈവ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം കണ്ടുപോയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിൻ്റെ അടുത്തൊന്നും എന്തായാലും നേടാൻ പറ്റില്ല. അത് കഴിഞ്ഞവരോട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഡെറിവേഷൻസ്, കോൺസെപ്റ്റ് ഒക്കെ നമ്മളിവിടെ തീർത്തു. കൂടാതെ നമ്മളൊരു 100 ചോദ്യം ചെയ്തു. അതിലെന്തായാലും നിങ്ങളുടെ പരീക്ഷയിൽ അതിനല്ലാതെ ചോദ്യം വരില്ല. അതും കൂടി ചേർത്തിട്ട് ഒരു ഫൈനൽ ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മൺഡേ പരീക്ഷ രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടൈം മാത്രം നമുക്ക് നോക്കാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ അഭിപ്രായം കൂടെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. 5 മണി 5:30 ആയിരിക്കും ഉണ്ടാവുക. രാവിലെ ഒരു മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. അവിടെയും ചോദ്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്യാത്ത കുറച്ച് ചോദ്യങ്ങൾ പുതിയ ചോദ്യങ്ങളായിരിക്കും ചെയ്യുക. കാരണം എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ അവസാന നിമിഷം വരെ ചെയ്യുന്നു, അത്രത്തോളം ചാൻസ് ആണ് ആ ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാനും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ പ്ലാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ PDF ഞാൻ താഴെ അറ്റാച്ച് ചെയ്യാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സ് അറ്റാച്ച്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഡേ 1 ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും തീർക്കുക. EMI എല്ലാം ഉണ്ട്. മാഗ്നറ്റിസം മാറ്റർ മുതൽ വേവ് ടെക്സ് വരെ ഉണ്ട്. വെയിറ്റേജും കൊടുത്തിട്ടുണ്ട്, ഓരോ ചാപ്റ്ററിന് എത്ര വെയിറ്റേജ്.
എങ്ങനെയായിരിക്കും ടൈം വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. AX എഴുതി ഞാനാണ്, SN എഴുതി സിനാൻ സാറാണ്, DL എഴുതി ദിൽഷ മിസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡേ 1 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഡേ 2 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വേവ് ഒപ്റ്റിക്സ് വരെ നമ്മൾ ഈ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ ടേം 1. അപ്പോൾ സാർ എൻ്റെ ടീച്ചർ പറഞ്ഞു ഡുവൽ നേച്ചറും ആറ്റംസും ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത് നിങ്ങൾ ടീച്ചറല്ല തീരുമാനിക്കുക ഇത് പരീക്ഷയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്, ഗവൺമെൻറ് ആണ്. പക്ഷേ ആകെയുള്ള പ്രശ്നം എന്താണ്, ഗവൺമെൻറ് ഇന്നേ വരെ സിലബസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെയുള്ള ഒരു വർഷത്തിലും പറഞ്ഞിട്ടില്ല, ഈ വർഷവും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ഊഹത്തിൻ്റെ ഒരു കളിയാണ്. പൊതുവേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓണപ്പരീക്ഷ ഒഫീഷ്യലായിട്ട് നടക്കാത്ത വർഷം 2022 പോലത്തെ വർഷത്തിൽ വേവ് ഒപ്റ്റിക്സ് വരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 90% ചാൻസ് ഒന്നാണ് വേവ് ഒപ്റ്റിക്സ് വരെ ഈ വർഷത്തെ പരീക്ഷയിൽ ഉണ്ടാവുള്ളൂ. ഇനി എങ്ങാനും നിങ്ങളുടെ ഡ്യുവൽ നേച്ചറും ആറ്റംസും എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, നിങ്ങൾ ഇതുവരെ ഉള്ള ചാപ്റ്റേഴ്സ് അത്യാവശ്യം പഠിച്ച് സെറ്റായവരാണെങ്കിൽ നിങ്ങൾ എന്താ, നമ്മൾ ഓൾറെഡി ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് അറ്റൻഡ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ലൈവ് പോയിട്ട് നിങ്ങളൊന്ന് ഓടിച്ച് കാണുക, ആ ചാപ്റ്റർ പഠിക്കണം അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ. അത് ഓൾറെഡി അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ, ഓൾറെഡി ഇപ്പോൾ 9000 വ്യൂസ് ഇതിനും 5000 വ്യൂസ് ഇതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ പേര് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വീണ്ടും പോയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ അവസാന ദിവസങ്ങളിൽ ഈ ഒരു ലൈവിലൊന്നും നിങ്ങൾ അത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ചാപ്റ്ററിന് ചോദ്യം വരികയാണെങ്കിൽ തന്നെ 1-2 ചോദ്യം വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. കാരണം ആ ചാപ്റ്റർ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അല്ലേ തന്നെ അത്ര ചോദ്യം വരുള്ളൂ. അപ്പം കൂടിപ്പോയ 2-3 മാർക്കോ അവിടെ നിന്ന് വരുള്ളൂ. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോക്കസ് ഇവിടെ തന്നെ ആയിക്കോട്ടെ. അപ്പം ടേം 2ൻ്റെ ചാപ്റ്റേഴ്സ് ഡേ 1 തീർക്കുന്നു, ഡേ 2 ടേം 1ൻ്റെ ചാപ്റ്റേഴ്സ് തീർക്കുന്നു. ടേം 1ലും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്, വെയിറ്റേജ് കുറവൊന്നുമല്ല, അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. പിന്നെ 99 ഷുവർ ക്വസ്റ്റ്യൻസ്, മോർണിംഗ് ബൂസ്റ്ററും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ അതോടെ നമ്മൾ ഫിസിക്സ് നമ്മൾ പൊളിച്ചു. എക്സാം വിന്നറിൻ്റെ കൂടെ എൻ്റെ ദിൽഷ മിസ്സിൻ്റെയും സിനാൻ സാറിൻ്റെയും കൂടെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, വെള്ളിയാഴ്ച മുതൽ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ കാര്യം സെറ്റാണ്. ഓക്കെ, റെഡി? പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് തൊട്ടടുത്ത എക്സാമാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർ, കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ ഉള്ളവർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവുകൾ ഉണ്ടാകുന്നതായിരിക്കും മക്കളെ. സാറ്റർഡേയും സൺഡേയും നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് ഉണ്ട്. അപ്പോൾ ഫിസിക്സിന് പഠിക്കാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം അതിൽ വൈകുന്നേരം ആണുള്ളത്. സാറ്റർഡേ സൺഡേ രാവിലെയാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റർ നമ്മൾ സാറ്റർഡേ തീർക്കും, സെക്കൻഡ് സെറ്റ് ഓഫ് ചാപ്റ്റർ നമ്മൾ സൺഡേ തീർക്കും, പിന്നെ മൺഡേ നിങ്ങൾ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് മാരത്തോൺ ഉണ്ടാവും. ഈ രീതിയിലായിരിക്കും കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റഡി പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞൊരു ഹാർട്ട് ഇമോജിയോ എന്തെങ്കിലുമൊക്കെ ഇടുക. നമുക്ക് ബാക്കി ഫ്രൈഡേ കാണാം. ഓക്കെ.